സ്വാഗതം കട്ട് ആൻഡ് റൈറ്റിലേക്ക്. 2 സീറ്റിനും 4 വോട്ടിനും വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ. ഈ മഹത് വചനം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മാളവരെ കേട്ടു കാണും, മറന്നുപോയതായിരിക്കാം. മറന്നുപോയവരെ കട്ട് ആൻഡ് റൈറ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താം. കൊല്ലം 2018 തീയതി സെപ്റ്റംബർ 28 ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്ന ദിവസമായിരുന്നു അന്ന്. യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കുന്നതിന് അനുകൂലമായി പിണറായി വിജയൻ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ വിധി. സ്വാഭാവികമായും വിധി നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമായ പിണറായി വിജയൻ സർക്കാർ അതിനുള്ള സന്നാഹങ്ങളുമായി മുന്നോട്ടു പോയ സമയത്താണ് നമ്മുടെ മുഖ്യൻ സഖാവ് പിണറായി വിജയൻ അന്ന് മൈക്ക് കെട്ടി മേലുദ്ധരിച്ച കറകളഞ്ഞ നിലപാടായ 4 വോട്ടിന്റെ കാര്യം പ്രസംഗിച്ചത്. ഭക്തജനങ്ങൾ NSSന്റെയും RSSന്റെയും എല്ലാം കീഴിൽ നാമജപയാത്രയും കോലാഹലങ്ങളുമായി കളത്തിലിറങ്ങിയപ്പോൾ കാര്യങ്ങൾ പക്ഷേ കൈവിട്ടുപോയെന്ന് പിണറായി സർക്കാരിനും പെട്ടെന്ന് മനസ്സിലായി. നാമജപയാത്ര അറസ്റ്റ് കേസ്, ഡിഫാക്ടോ ആഭ്യന്തരമന്ത്രി വത്സൻ തില്ലങ്കേരിയുടെ പോലീസിന്റെ മൈക്കെടുത്തുള്ള ധർമ്മോപദേശം, BJP പ്രസിഡന്റ് ആയിരുന്ന സുരേന്ദ്രന്റെ ഷർട്ട് കീറൽ, ഇരുമുടിക്കെട്ട് വിവാദം തുടങ്ങി വിവിധ കലാപരിപാടികളാണ് അന്നരങ്ങേറിയത്. ശബരിമലയാകെ ഇളകി മറിഞ്ഞു. അവസരത്തിനൊത്ത് BJPയും കോൺഗ്രസും ഭക്തർക്കൊപ്പം നിന്നു. ഫലം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അഡപടലം പൂട്ടി. പിന്നീടാണ് ഭക്തരെ വിട്ട് ഇനിയൊരു കളിയും വേണ്ടെന്നും ആചാരലംഘനം അക്ഷന്തവ്യമായ അപരാധമാണെന്നും പിണറായി വിജയൻ സർക്കാരിന് ബോധോദയമുണ്ടായത്. ഈ പുട്ടിന് പേരിടുന്നത് പോലെ പിണറായി വിജയൻ സർക്കാർ എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ്? LDF സർക്കാർ എന്നോ ഇടതുമുന്നണി സർക്കാർ എന്നോ പറഞ്ഞാൽ പോരെ? പറയാനും അതല്ലേ എളുപ്പം എന്നൊക്കെ പ്രേക്ഷകർക്ക് സംശയം തോന്നാം. പക്ഷെ സോറി, കട്ട് ആൻഡ് റൈറ്റ് മാത്രമല്ല അതിന് ഉത്തരവാദി. പത്രപരസ്യങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളിലുമെല്ലാം മഷിയിട്ട് നോക്കിയിട്ട് പേരിന് പോലും LDF സർക്കാരെന്നോ ഇടതുമുന്നണി സർക്കാരെന്നോ കണ്ടില്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം നീ തിരുനാമം മാത്രം എന്ന പോലെയാണ് പിണറായി വിജയൻ സർക്കാർ ചിരിച്ചു നിൽക്കുന്നത്. ഈ PR ഏജൻസികളുടെ ഒരു ഇതേ അതുപോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. 4 വോട്ടിന് വേണ്ടി ഭക്തി മുതൽ ഭഗവത്ഗീത വരെ നടു റോഡിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കാലത്താണല്ലോ നമ്മളുള്ളത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന് പറ്റി പിഴവ് തിരിച്ചറിഞ്ഞ് നമ്മുടെ മുഖ്യൻ ശ്രീ പിണറായി വിജയൻ ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞതാണ് കഥയുടെ ഇപ്പോഴത്തെ ക്ലൈമാക്സ്. അങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമം കോടതി കയറി ഇറങ്ങിയാണെങ്കിലും ആവേശപൂർവ്വം നടത്താൻ സർക്കാരിന് കഴിഞ്ഞത്. സർക്കാരല്ല, ദേവസ്വം ബോർഡാണ് സംഗമം സംഘടിപ്പിക്കുന്ന വാദം തൽക്കാലം മുഖവിലേക്കെടുത്ത് കഥയിലെ കുനിഷ്ഠ ചോദ്യങ്ങൾ ഒഴിവാക്കുക. കോടികൾ ചെലവഴിച്ച് നടത്തിയ സംഗമത്തിൽ അയ്യപ്പ ഭക്തർ കുറഞ്ഞുപോയി എന്ന് ദോഷേകൃതർക്കുകൾ. പന്തളം കൊട്ടാരവും തീവ്ര വർഗീയ സംഘമായ RSSും പരിവാരങ്ങളും സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമല്ല, ബദൽ സംഗമം നടത്തുക കൂടി ചെയ്തു. ദേവസ്വം ജീവനക്കാരും ദേഹണ്ടത്തിന് വന്നവരും പോലീസുകാരും എല്ലാം ആസനസ്ഥരായിട്ടും കസേരകൾ കാലി. ആഗോള സംഗമത്തിൽ ലോക്കൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അത്ര ആളുകൾ പോലുമില്ലെന്ന് ശത്രുക്കൾ. 638 എന്നും 3600 എന്നും എണ്ണത്തിൽ തർക്കം. സംഗമം ലോകപ്രശസ്ത വിജയമെന്ന് പാർട്ടിയുടെ വിഖ്യാത സൈദ്ധാന്തികനും സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ. സർക്കാർ ഉത്തരവില്ലെങ്കിലും പാർട്ടി സെക്രട്ടറിയെയും നമുക്ക് ചേർത്ത് വിളിക്കാം. അതുകൊണ്ട് കേസൊന്നും എടുക്കില്ലല്ലോ. ആളെ കുറച്ച് ഫോട്ടോ കാണിച്ചത് ഏടെ പണിയാണെന്ന് പാർട്ടി പണ്ഡിതന്മാർ. തിരിച്ചുമാകാമല്ലോ എന്ന് മറുപക്ഷം. ആകെ കോലാഹലം കൊണ്ട് കൊയമറിഞ്ഞ അവസ്ഥയായി. വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും കൂടി ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒന്നിനു പുറകെ ഒന്നായി വരാനുള്ളപ്പോൾ അതിനായി നിലമൊരുക്കിയതാണ് മുഖ്യൻ പിണറായി വിജയൻ സർക്കാർ എന്നും അന്തരീക്ഷത്തിൽ ഒരു അപശ്രുതി അലയടിക്കുന്നുണ്ട്. അതുപോട്ടെ, ശത്രുക്കൾ അങ്ങനെ എന്തെല്ലാം പറയും, കണ്ണുകടി. പിന്നല്ലാതെ എന്താ? 4 കാര്യങ്ങളാണ് അയ്യപ്പ സംഗമത്തിന്റെ ഹൈലൈറ്റായി കട്ട് ആൻഡ് റൈറ്റ് തോന്നിയത്. 1 നമ്പർ സ്റ്റേറ്റ് കാറിൽ മുഖ്യമന്ത്രിയുടെ മടിയിലിരുന്നാണ് കേരള തൊഗാഡിയ എന്ന് സാക്ഷാൽ പിണറായി പണ്ടൊരിക്കൽ വിശേഷിപ്പിച്ച വെള്ളാപ്പള്ളി നടേശൻ തിരുവടികൾ സംഗമ സ്ഥലത്തേക്ക് ആഗതനായത്. ഇത് വിവാദമായപ്പോൾ ഞാനെന്താ വല്ല തീണ്ടൽ ജാതിയിൽപ്പെട്ടവനാണോ എന്നാണ് നടേശൻ മുതലാളി കുണ്ഠിതപ്പെട്ടത്. ആ കുണ്ഠിതത്തിൽ 2 ഉണ്ട് കാര്യം. 1, തീണ്ടൽ എന്ന അത്യാചാരത്തെ മുതലാളി അംഗീകരിക്കുന്നു. താൻ തീണ്ടൽ ജാതിയല്ല, മറ്റു ചിലരാണ് അതെന്നാണല്ലോ അപ്പൊ ധ്വനി. ജാതിഭേദവും മതദ്വേഷവും പാടില്ലെന്നുള്ള നാരായണ ഗുരു ദർശനത്തെ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞു പിണറായി വിജയനിൽ നിന്ന് നവോത്ഥാന പട്ടം കിട്ടിയ വെള്ളാപ്പള്ളി വിഷനാവുകളെ വിരുന്നൂട്ടുന്നതിൽ കുറെ കാലമായി സദാ ബദ്ധശ്രദ്ധനായ പിണറായിയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയായ മുഖ്യമന്ത്രി അത് ഇന്നോളം തിരുത്തിയിട്ടുമില്ല. വെള്ളാപ്പള്ളിയെ ചരിത്രം ഓർമ്മിപ്പിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. ധനാഢ്യനായ ഒരു ഈഴവന് പോലും വൈക്കം ക്ഷേത്ര പരിസരത്തെ പൊതുവഴിയിൽ കൂടി സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഡ്രൈവറായ മുസ്ലിമിന് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നിടത്താണ് ഈ സഞ്ചാര നിരോധം എന്നോർക്കണം.
ശ്രീനാരായണ ഗുരുവിനെയും മഹാത്മാ അയ്യങ്കാളിയെയും സഹോദരൻ അയ്യപ്പനെയും പോലെയുള്ളവരുടെ ശ്രമഫലമായാണ് താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും പിന്നീട് ക്ഷേത്രപ്രവേശനവും ലഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ചരിത്രം വെള്ളാപ്പള്ളി മറന്നുപോകരുത്. ഇനി രണ്ടാമത്തെ ഹൈലൈറ്റ്, ഭക്തന്മാരുടെ ലക്ഷണങ്ങളെ കുറിച്ചുള്ള ഭഗവത്ഗീത ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടാണ് ബഹു മുഖ്യമന്ത്രി സംഗമം സമുദ്ഘാടനം ചെയ്തത്. അതും കുറ്റം പറയാൻ പറ്റില്ല. ഏതു വേദിയിൽ എങ്ങനെ പ്രസംഗിക്കണമെന്ന് ബഹു മുഖ്യമന്ത്രിക്ക് അറിയാം. ഇനി മൂന്നാമത്തെ ഹൈലൈറ്റ്, വെള്ളാപ്പള്ളി നടേശൻ ബഹു മുഖ്യമന്ത്രി പിണറായി വിജയന് ചാർത്തിക്കൊടുത്ത ഭക്തൻ എന്ന ചട്ടമാണ്. അതിൽ തെറ്റു പറയാനും പറ്റില്ല. മാർക്സിസത്തിൽ നിന്ന് മനുസ്മൃതിയിലേക്ക് കാലവും കുലവും തെറ്റി യാത്ര ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സർവാധീശ പട്ടം പേറുന്ന പിണറായിക്ക് ഭക്തമുദ്ര ചാർത്താൻ വെള്ളാപ്പള്ളി തന്നെയാണ് സർവ്വതാ യോഗ്യൻ. ചുമ്മാതല്ല, പ്രോട്ടോകോൾ പോലും ലംഘിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിക്ക് മുന്നേ വെള്ളാപ്പള്ളിയെ പ്രസംഗിപ്പിച്ചത്. പോരാഞ്ഞിട്ട് ഭക്തിയിൽ CPM-കാർ PhD നേടിയവരാണെന്നും RSSകാർ 8ാം ക്ലാസ്സിൽ 8 കൊല്ലം തോറ്റതാണെന്നുമുള്ള MV ജയരാജൻ സഖാവിന്റെ സാക്ഷ്യപത്രവുമുണ്ട്. തന്നെയുമല്ല, പരസ്പരം പുകഴ്ത്തി പുറംചൊറിയുന്നത് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ പതിവാക്കിയിട്ടുണ്ടല്ലോ. നാലാമത്തെ ഹൈലൈറ്റ് ആണ് ഒരു രക്ഷയുമില്ലാത്തത്. വർഗീയ വിദ്വേഷം പുലമ്പുന്നവർക്ക് പണ്ഡിത പട്ടം ചാർത്തിക്കൊടുക്കുന്ന വാസവൻ മന്ത്രി വർഗീയതയുടെ ഉഗ്രവിഷവാഹിയും നമ്പർ 1 സംഖ്യയുമായ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ ധൃതംഗപുളകിതനായി വായിച്ച് നിർവൃതി അടഞ്ഞത് അഹോ നമുക്ക് മറക്കാവുന്നതല്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം വിളി ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ കാവ്യഭംഗിയിലേക്കും വിപ്ലവ തീഷ്ണതയിലേക്കും പരാവർത്തനം ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കട്ടൻ റേറ്റിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി RSS സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തെ പാളിപ്പോയ പന്തളം സംഗമം എന്നാണ് പാർട്ടി ചാനലായ കൈരളി വിശേഷിപ്പിച്ചത്. ഇനി ഒരു വാൽകഷ്ണം കൂടി ചേർത്തുകൊണ്ട് കട്ടൻ റേറ്റ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനായിരുന്നു ഇത്തവണ. മോഹൻലാലിനേക്കാൾ നടന വൈഭവമുള്ള മറ്റൊരു മഹാനടൻ മലയാള നാട്ടിലുണ്ടെന്ന് അവാർഡ് കമ്മിറ്റി അറിയാതെ പോയതല്ല. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടില്ലല്ലോ എന്ന ഒരേയൊരു സാങ്കേതിക തടസ്സമായിരുന്നു അതിനു കാരണം. പണ്ടൊക്കെ നസീറും അടൂർ ബാസിയുമെല്ലാം സിനിമയിൽ ഡബിൾ റോൾ വേഷങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ഇന്നത്തെ നടന്മാരും ഡബിൾ റോൾ വേഷങ്ങൾ ചെയ്യാറുണ്ട്, അത് അഭിനയം. എന്നാൽ ഇന്ന് ഡബിൾ റോൾ അല്ല, മൾട്ടി റോൾ തന്നെ യഥാർത്ഥ ജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ് ബഹു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇരട്ടച്ചങ്കൻ, ക്യാപ്റ്റൻ, ബ്രണ്ണൻ കോളേജിലെ ഊരിപ്പിടിച്ച വടിവാളുകൾക്കിടയിലെ ഫൈറ്റർ, ഭക്തൻ, സൂര്യൻ, കാരണഭൂതൻ, അങ്ങനെ അങ്ങനെ എന്തെല്ലാം കഥാപാത്രങ്ങൾ. ഇതെല്ലാം 2 സീറ്റിനും 4 വോട്ടിനും വേണ്ടിയല്ല കേട്ടോ. അനന്യസാധാരണ ആ അഭിനയ പ്രതിഭയ്ക്ക് മുന്നിൽ അസൂയയോടെ നമോവാകും.